ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. അതായത് ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വെന്റൂർ മീറ്റർ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ പഠിക്കുക. എന്താണ് ക്യൂ ഈസ് ഈക്വൾ ടു ദ ഫോർമുല ഈസ് ക്യൂ ഈസ് ഈക്വൾ ടു CD into A1 A2 divided by root of A1 square minus A2 square into root 2 GH. ഇതാണ് ഫോർമുല. അപ്പോൾ ക്വസ്റ്റിൽ തന്നേക്കുന്നതാണ് എ ഹൊറിസോണ്ടൽ വെന്റൂറിമീറ്റർ വിത്ത് ഇൻലെറ്റ് 30 സെന്റിമീറ്റർ ആൻഡ് 15 സെന്റിമീറ്റർ. അപ്പോൾ 30 സെന്റിമീറ്റർ ഡയമീറ്റർ 50 സെന്റിമീറ്റർ ഡയമീറ്റർ ധാരാളം ഉദ്ദേശം എന്ന് പറഞ്ഞാൽ A1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല π/4 into 30 സ്ക്വയർ. ഓക്കെ, നമ്മൾ A2 കണ്ടുപിടിക്കാനുള്ള ഫോർമുല π/4 into 15 സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് രണ്ടുമായി. ഇനി CD തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ 0.98. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അടുത്തത് അപ്പം ഇത് തന്നിട്ടുണ്ട്. അപ്പം ഈ A1 അറിയാം, A2 അറിയാം, ഈ A1 സ്ക്വയർ A2 സ്ക്വയർ അറിയാം, CD അറിയാം, ദെൻ 2G അറിയാം. ദെൻ H കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. H ഈസ് ഈക്വൽ ഫോർമുല എന്ന് പറഞ്ഞാൽ x ഇൻറ്റു SH/S0 - 1 എന്നാണ് ഫോർമുല. ഇത് കാണാതെ പഠിക്കണം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ മാനോമീറ്ററിന്റെ റീഡിങ് ഓഫ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ക്വസ്റ്റ്യനിൽ തരും. സിമിലർലി SH എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ഹെവിയർ ലിക്വിഡ്, ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ദ ലൈറ്റർ ലിക്വിഡ്. ഓക്കെ, ഇത് ഹയസ്റ്റ് വാല്യൂ ഇവിടെ എഴുതണം, ലോവസ്റ്റ് വാല്യൂ ഇവിടെ എഴുതണം. അതിൽ നമുക്ക് H കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റിൽ വായിച്ചു നോക്കുക. റീഡിങ് ഓഫ് ദ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഇസ് 20 സെന്റിമീറ്റർ. അപ്പോൾ എക്സിന് വരെ 20 കൊടുക്കുക. SH എന്ന് പറഞ്ഞാൽ എന്താണ്? SH എന്ന് പറഞ്ഞാൽ 13.6 മെർക്കുറിയാണ് തന്നേക്കുന്നത്. ഡിവൈഡഡ് ബൈ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടറുമായിട്ടാണ്, മെർക്കുറി വാട്ടറുമായിട്ടാണ്. അപ്പോൾ വാട്ടർ താഴെ എഴുതുക, വലുത് മുകളിലും ചെറുത് താഴെ എഴുതുക. -1 ചെയ്യുമ്പോൾ എന്താ കിട്ടും? നമുക്ക് H കിട്ടും. ആ H എടുത്ത് എവിടെ കൊണ്ടു കൊടുക്കുക? ഇവിടെ കൊണ്ടു കൊടുക്കുക. ഇവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെർക്കുറി 13.6 ആണ്.